بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ റിയാദുസ് സാലിഹീൻ എന്ന കിതാബിൽ നിന്നുള്ള കുറച്ച് ഹദീസുകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ ഈ വിശുദ്ധമായ മാസത്തിൽ നമ്മൾ തുടങ്ങുന്നത് സത്യസന്ധതയെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. ബാബു സിദ്ഖ്, സത്യസന്ധത. സത്യസന്ധത എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ യഥാവിധി അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതിനെ അതേ അർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. സത്യത്തെ സത്യമായി അവതരിപ്പിക്കുക. എവിടെയും തൻ്റെ ഇടപാടുകളിൽ സത്യമല്ലാത്തത്, നേരല്ലാത്തത്, അസത്യമായത് ഒരു വിശ്വാസിക്ക് അവതരിപ്പിക്കാൻ, അസത്യമായതനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. നോക്കൂ, ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വ ചെയ്യണം. അതോടൊപ്പം കൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധത പുലർത്തുന്ന ആളുകളോട് കൂടെ ആയിരിക്കണം. സത്യസന്ധത പുലർത്തുന്നവർ എന്ന് പറഞ്ഞാൽ തനിക്ക് ആരോടൊക്കെ ഇടപാട് നടത്താനുണ്ടോ ആ ഇടപാടുകളിലെല്ലാം പൂർണ്ണമായ സത്യസന്ധത പുലർത്താൻ കഴിയണം. അടിമകളോട് മാത്രമല്ല, തൻ്റെ ഉടമയായ അള്ളാഹുവിനോടുള്ള ഇടപാടുകളിലും സത്യസന്ധത വേണം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാം, വസ്സാദിഖീന വസ്സാദിഖാത്തി, സത്യവിശ്വാസികളുടെ വിശേഷണം പറയുമ്പോൾ സത്യസന്ധത വെച്ച് പുലർത്തുന്ന വിശ്വാസികളെയും വിശ്വാസിനികളെയും പ്രത്യേകം എടുത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരിടത്ത് കാണാം, ഫലൗ സദഖുല്ലാഹ ലകാന ഖൈറൻ ലഹും, അള്ളാഹുവിനെ അവർ വാസ്തവമാക്കിയിരുന്നെങ്കിൽ അതാണ് അവർക്ക് ഖൈർ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട 1-2 ഹദീസുകൾ കേൾക്കാം. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ആദ്യത്തെ ഹദീസ്. ഈ അധ്യായത്തിലെ പ്രഥമ ഹദീസ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഖാല റസൂലുള്ളാഹി അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, തിരുദൂതർ പറയാണ്, ഇന്ന സിദ്ഖ, സത്യസന്ധത, യഹ്ദി ഇലൽ ബിരി, അത് ഒരുപാട് നന്മകളിലേക്ക് നമ്മെ എത്തിക്കും. വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്നതി, ഈ നന്മകളോ അതൊരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് നയിക്കും. വ ഇന്നർ റജുല യസ്ദുഖു ഹത്താ യകൂന സിദ്ദീഖ, ഒരു വ്യക്തി സത്യസന്ധത ജീവിതത്തിൽ പുലർത്തുമ്പോൾ അവൻ സത്യസന്ധത ജീവിതത്തിൽ പുലർത്തുകയും അവസാനം അവൻ ഏറ്റവും വിശ്വസ്തനായ വ്യക്തിയായി, സത്യസന്ധത ജീവിതത്തിൽ പുലർത്തുന്ന ആളായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയോട് ഭൗതികപരമായ ഇടപാട് നടത്തുകയാണ്, ഒരു കച്ചവടം നടത്തുകയാണ് ഉദാഹരണമായിട്ട്, അവിടെ നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ
സത്യസന്ധമായിരിക്കണം നമ്മുടെ ഓരോ വാക്കുകളും. നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഈ ഒരു വസ്തു കച്ചവടം നടത്തുമ്പോൾ ആ വസ്തുവിനെ കുറിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമായിരിക്കണം, ഒന്നും മറച്ചു വെക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് കേട്ട സംഭവമുണ്ട്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ചെറിയ രൂപത്തിൽ ബിസിനസ് നടത്തിയിരുന്നു, മരക്കച്ചവടമായിരുന്നു നടത്തിയിരുന്നത്. അപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പഠിച്ചത് പ്രവർത്തിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് തന്നെ കണ്ണിയത്ത് ഉസ്താദ് എന്ത് ചെയ്യും, ഓരോ ഡീലർ വരുന്ന സമയത്ത് അവരോട് കൃത്യമായിട്ട് ഇതിന് ഇന്ന പ്രശ്നമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇത് ആവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇതിനൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഒന്നുകിൽ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാകും, അല്ലെങ്കിൽ പറ്റ വില കുറച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, ഈ വസ്തു വാങ്ങുന്നുള്ളൂ. അതുകൊണ്ട് അവസാനം കണ്ണിയത്ത് ഉസ്താദിന് മനസ്സിലായി ഇത് ഈ അർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതൊക്കെ പല ആളുകളും ബിസിനസ് നടത്തുന്ന ഘട്ടത്തിൽ ഈ സത്യസന്ധത വെച്ച് പുലർത്താൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടേണ്ടതില്ല, നമ്മൾ തന്നെ മറ്റുള്ളവരോടായിട്ട് ഇടപാട് നടത്തുമ്പോൾ, ബിസിനസ് മാത്രമല്ലല്ലോ ഇടപാടുകൾ, ഏതൊക്കെ രൂപത്തിൽ നമ്മൾ മറ്റുള്ളവരിലേക്കൊരു ഇടപാട് നടത്തേണ്ട ഘട്ടം വരുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കുക, ആ ഇടപാട് നടത്തിയപ്പോൾ ഞാൻ ചെയ്തത് ശരിയാണോ എന്ന്. നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു സംശയം, ഞാൻ ആ പറഞ്ഞത് ശരിയല്ല എന്ന് ബാക്കിയുണ്ടെങ്കിൽ നമ്മളവിടെ സത്യസന്ധനായിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ റസൂലുള്ള പറയുന്നത് നോക്കൂ, ആ സത്യസന്ധത നമ്മൾ പുലർത്തുമ്പോൾ അതൊരുപാട് നന്മകൾക്ക് വഴിവെക്കും. ആ നന്മകൾ എന്തിലേക്ക് എത്തിക്കും, സ്വർഗത്തിലേക്ക് നമ്മെ നയിക്കുമെന്നാണ് പറഞ്ഞത്. ആ സത്യസന്ധത വെച്ച് പുലർത്തുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്ന ആളായി മാറും. ഇനി അതിൻ്റെ നേരെ വിപരീതം എന്താണ്, കളവ് പറയുക, നേരല്ലാത്തത് പറയുക എന്നാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ള തന്നെ ഈ ഹദീസിൻ്റെ ബാക്കി പറയുന്നത് നോക്കൂ, വഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂരി വഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ. കളവ് പറയുക, യാഥാർത്ഥ്യത്തിനെതിരെ പറയുക, യാഥാർത്ഥ്യമല്ലാത്തത് പറയുക, സത്യം മൂടി വെച്ച് സംസാരിക്കുക എന്നുള്ളത് അത് ഒരുപാട് തിന്മകളിലേക്ക്, അസാൻമാർഗിക പ്രവർത്തനങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നു. അങ്ങനെ അവസാനം ഒരുപാട് തെറ്റ് ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകുന്നു, അല്ലെങ്കിൽ തെറ്റുകളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അതുവഴി അവസാനം ആ വ്യക്തി എവിടെ എത്തും, യഹ്ദിയിലന്നാർ, അതവനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും. وإن الرجل ليكذب حتى يكتب عند الله كذابا. കളവ് പറഞ്ഞാൽ അതിനൊരു പ്രശ്നമുണ്ട്, നമ്മൾ ആ കളവ് സ്ഥിരപ്പെടുത്താൻ വീണ്ടും കളവ് പറയേണ്ടി വരും അല്ലേ. അവസാനം കളവ് പറഞ്ഞ് അവൻ എന്തായിത്തീരും, അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ കളവ് പറയുന്ന വ്യക്തിയായിട്ട് രേഖപ്പെടുത്തപ്പെടും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട മുത്തഫഖുൻ അലൈഹി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ സത്യസന്ധത ജീവിതത്തിൽ പുലർത്തിയാൽ നമ്മുടെ ഇടപാടിന് സ്വീകാര്യത കിട്ടുമെന്നുള്ളത് മാത്രമല്ല, അതിന് ഭൗതികമായ ചില നേട്ടങ്ങൾ സ്വാഭാവികമാണ്. നമ്മൾ സത്യം പറയുന്ന ആളാണെങ്കിൽ എന്തുണ്ടാവും, സ്വാഭാവികമായിട്ടും ജനങ്ങളെല്ലാം നമ്മെ സ്വീകരിക്കും, നമ്മോട് അടുപ്പം കാണിക്കും, നമ്മളുടെ ഇടപാട് ഇഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ നോക്കൂ, ഇത് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഇതിനൊരു ഒരു മതവിശ്വാസി എന്ന അർത്ഥത്തിൽ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം, ഞാൻ സത്യം പറഞ്ഞാൽ, ഞാൻ സത്യസന്ധത ജീവിതത്തിൽ വെച്ച് പുലർത്തിയാൽ എനിക്ക് ഇനി ഭൗതികമായി എന്ത് ലാഭമില്ലെങ്കിലും അവസാനം അത് എനിക്ക് എവിടെ എത്താനുള്ള വഴിയാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഇതാണ് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന, തൻ്റെ ഓരോ ഘട്ടത്തിലും ലഭിക്കുന്ന വലിയ ഒരു മനസ്സമാധാനം എന്ന് പറയുന്നത്.
ഇനിയിപ്പോൾ അടുത്ത ഹദീസിലേക്ക് പോകാം നമുക്ക്. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളുടെ മകൻ, റസൂലുള്ളാഹിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടജനങ്ങളിലൊന്നായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുയുടെ പ്രധാനി ഹസൻ റളിയല്ലാഹു അൻഹു തൊട്ടുള്ള ഹദീസാണ്. അബി മുഹമ്മദ് ഹസൻ ബിൻ അലി ബിൻ അബി ത്വാലിബിൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളെ തൊട്ടാണ്, അലിയാരുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു തൊട്ടാണ് ഈ ഹദീസ്. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഖാല ഹഫിൽതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഒരു ഹദീസ് പഠിച്ചിട്ടുണ്ട്. എന്താണത്? ദ മാ യുരീബുക ഇലാ മാ ലാ യുരീബുക. നമുക്ക് ഏത് ഘട്ടത്തിലും നമ്മൾ ഓർത്തു വെക്കേണ്ട ചില ഹദീസുകളിൽപ്പെട്ടതാണിത്. നിനക്ക് സംശയമുണ്ടോ, സംശയം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ നീ അത് മെല്ലെ മാറ്റി വെക്കുക, എന്നിട്ട് സംശയമില്ലാത്ത ഉറപ്പുള്ള കാര്യത്തെ സ്വീകരിക്കുക. അതാണ് ഇതിനർത്ഥം. ദ മാ യുരീബുക, നിനക്ക് സംശയം ഉണ്ടാക്കുന്നതിന് നീ മാറ്റി വെക്കുകയും, ഏതിലേക്ക്? ഇല മാല യുരീബുക, സംശയമില്ലാത്തതിനെ നീ ഉൾക്കൊള്ളുകയും ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ കാര്യം എനിക്ക് പിന്നെ മറ്റൊരാളുടേതാണോ, അല്ലെങ്കിൽ ഇത് ഹറാമാണോ ഹലാലാണോ എന്നൊരു സംശയം, ഉറപ്പില്ല ഇത് ഹലാലാണെന്ന്. അങ്ങനെയാണെങ്കിൽ മെല്ലെ അത് നമുക്ക് മാറ്റിവെക്കാം. പ്രത്യേകിച്ച് നമ്മൾ പുതിയ കാലത്തൊക്കെ കാണുന്ന വലിയ പ്രവണതയാണ് നമ്മുടെ അധ്വാനം, നമ്മുടെ ജോലി, അത് നമുക്ക് പണം തരുന്നുണ്ടോ എന്ന ബേസിൽ മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, മറിച്ച് നമ്മുടെ പിന്നെ ആ വരുമാനം ഹലാലാണോ ഹറാമാണോ എന്ന് കൃത്യമായി നമ്മൾ അന്വേഷിക്കണം. അവിടെയാണ് ഈ ചോദ്യം ഉയർന്നു വരുന്നത്. റസൂലുള്ള പറഞ്ഞ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമുക്ക് സംശയമുണ്ട്, ഈ ഇടപാടിൽ ഒരുപാട് പിന്നെ ഹറാമ് കലരാനുള്ള സാധ്യത വരുന്നുണ്ട്, മറ്റുള്ളവരുടെ ഇഷ്ടമില്ലാത്ത സമ്പത്ത് ഇതിൽ കലരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഇടപാട് ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനുള്ള തൻ്റെടാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ പേരാണ് ഈമാൻ. അല്ലാത്ത സമ്പത്ത് എനിക്ക് വേണ്ടതില്ല എന്ന് നമുക്ക് തുറന്നു പറയാൻ കഴിയണം. ആ ഒരു ആത്മവിശ്വാസം, ആ ഒരു ധൈര്യം, അതാണ് പുതിയ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആർജിക്കേണ്ട കാര്യം. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഫൈന സിദ്ഖ തുമഅനീനത്തുൻ, സത്യസന്ധത വെച്ചു പുലർത്താൻ കഴിയുക എന്നുള്ളത് അത് മനസ്സിന് വലിയൊരു റാഹത്താണ്. നമുക്ക് ടെൻഷൻ ഫ്രീ മൈൻഡ് അത് പ്രദാനം ചെയ്യും. ഒരു കദിബ രീബത്തുൻ, നിങ്ങൾ സത്യമല്ലാത്തത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, സത്യമല്ലാത്ത വഴി എപ്പോഴെങ്കിലും സ്വീകരിച്ചു, മറ്റൊരാളെ വഞ്ചിച്ചു, കളവ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കളവ് ചെയ്തിട്ട് സത്യത്തെ മൂടി വെച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് എപ്പോഴും ഹൃദയത്തിന് ടെൻഷനുകളായി പ്രദാനം ചെയ്യും, ഒരിക്കലും സമാധാനം പ്രദാനം ചെയ്യില്ല. സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൂളാണ്, നമുക്ക് പ്രശ്നങ്ങളില്ല, നമുക്ക് മനസ്സിലേക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് ഒന്നിനും പിന്നെ ടെൻഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നു, സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയുന്നു, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുന്നു. നമ്മൾ വീട്ടിൽ കുടുംബത്തോടൊപ്പം സ്വസ്ഥമായിട്ട് കഴിയാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയാണല്ലോ നമ്മൾ സ്വസ്ഥത, തുമഅനീനത്ത് എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ ജീവിതത്തിൽ സത്യസന്ധത വെച്ച് പുലർത്തിയാൽ അത് ലഭിക്കുമെന്നാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ഈ ഹദീസ് ബഹുമാനപ്പെട്ട തിർമിദി ഇമാം റിപ്പോർട്ട് ചെയ്തതാണ്. തുർമിദി എന്നും പറയാം, തിർമിദി എന്നും പറയാം. ബഹുമാനപ്പെട്ടവർ ഈ ഹദീസിനെ പറ്റി പറഞ്ഞു, ഹദീസുൻ ഹസനുൻ സഹീഹുൻ, ഇത് പ്രബലമായ ഒരു ഹദീസ് കൂടെയാണ് എന്ന് ബഹുമാനപ്പെട്ടവർ അതിനെപ്പറ്റി ജഡ്ജ് ചെയ്യുകയോടെ ചെയ്യുന്നുണ്ട്. ഹദീസുകളുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള ഹദീസുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട നവവി ഇമാം ഒന്ന് രണ്ട് പദങ്ങളുടെ അർത്ഥം കൂടെ വിശദീകരിക്കുന്നുണ്ട്. യുരീബുക എന്ന് പറഞ്ഞാൽ ബി ഫത്ഹിൽ യുരീബുക അല്ലെങ്കിൽ എരീബുക, രണ്ടും വായിക്കാം. ബി ഫത്ഹിൽ യാഇ വ ദമ്മിഹ, യുരീബുക അല്ലെങ്കിൽ എരീബുക, രണ്ടും വായിക്കാം. ഓ മഅനാഹു, അതിനർത്ഥം എന്താ? ഉതുറുക് മാ തശുക്കു ഫീ ഹില്ലിഹി വഅദിൽ ഇലാ മാ ലാ തശുക്കു ഫീഹി. ഒരു കാര്യം അത് ഹലാലാണോ
എന്ന് നിനക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് സംശയമില്ലാത്ത ഉറപ്പുള്ള കാര്യത്തെ നീ സ്വീകരിക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. റസൂലുള്ളാഹിന്റെ മാസം കൂടെയാണല്ലോ. നമുക്ക് ഇൻഷാ അല്ലാഹ് ക്ലാസ് കൃത്യമായ ഇടവേളകളിലുണ്ടായിട്ട് തുടരും. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.